ഗായ്സ്, വെൽക്കം ടു അമീസ് വ്ലോഗ്. ഇന്ന് ഞങ്ങൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വരുന്നത്. യൂട്യൂബിലൊക്കെ ട്രെൻഡ് ആയിട്ടുള്ള ചിക്കൻ സാൻഡ്വിച്ച് ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇഡലിച്ചെമ്പ് അടുപ്പത്തോട്ടേക്ക് വെച്ചു. 2 കുഴികളിലായി ചിക്കനും വെച്ച് ഉപ്പും മഞ്ഞളും പുരട്ടിയ ചിക്കനാണ് നമ്മൾ വെച്ചുകൊടുക്കുന്നത്. നമുക്ക് ആവശ്യമായ രീതിയിൽ ചിക്കൻ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അടുത്ത് നമ്മൾ മുട്ടയാണ് പൊട്ടിച്ച് വയ്ക്കുന്നത്. മുട്ടയും 2 കുഴികളിൽ പൊട്ടിച്ച് വയ്ക്കണം. നമ്മൾ ഗ്യാസ് അടുപ്പ് ചെരിഞ്ഞിരിക്കുന്നത് കൊണ്ട് മുട്ട പൊട്ടിച്ച് വെച്ചപ്പോൾ ചെറുതായി പുറത്ത് പോയായിരുന്നു. ഇനി നമ്മൾ ഒരു കുഴിയിൽ വെളുത്തുള്ളിയും വറ്റൽമുളകുമാണ് വെക്കുന്നത്. വറ്റൽമുളക് കുറച്ച് കളർ കൂടിയതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇത് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഒരു 15 മിനിറ്റോളം നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിക്കണം. 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ വെന്തോന്ന് പൊളിച്ച് നോക്കുകയാണ് ചെയ്യുന്നത്. ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു ജാറെടുത്ത് വേവിച്ച് വെച്ച മുട്ട എടുത്ത് അതിനകത്ത് ഇടണം. അതിന് ശേഷം വേവിച്ച് വെച്ച വെളുത്തുള്ളി, വറ്റൽമുളക്, തൈര് ഒരു 3-4 സ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയും ഉപ്പും ആണ്. കുരുമുളക് പൊടി 1/2 ടീസ്പൂണേ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര എരിവാണ്. ഉപ്പ് നമുക്ക് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നല്ലോണം അരച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം നമ്മൾ ഒരു സ്റ്റീൽ പാത്രം എടുത്ത് ചിക്കൻ അതിലോട്ടേക്ക് പിച്ചി ഇടുകയാണ് ചെയ്യുന്നത്. പിച്ചിയിട്ട ചിക്കനിലോട്ടേക്ക് ക്യാപ്സിക്കയും ക്യാരറ്റും ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച മയോണൈസ് ചേർത്ത് കൊടുക്കുന്നതാണ്. മയോണൈസ് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബ്രെഡ് എടുത്ത് ഇതുപോലെ തേച്ച് കൊടുക്കാവുന്നതാണ്. ബ്രെഡിൻ്റെ എല്ലാ വശങ്ങളിലും ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസാണ് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തത്. ഈ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു ബ്രെഡും കൂടി മുകളിലോട്ടേക്ക് വെക്കണം. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടാകുമ്പോൾ നെയ്യ് അടുപ്പത്ത് ഒഴിക്കണം. നെയ്യ് ചൂടാകുമ്പോൾ നമ്മൾ സെറ്റാക്കി വെച്ച ബ്രെഡ് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. ചൂടാകുമ്പോൾ ശ്രദ്ധിക്കണം ബ്രെഡ് കരിയാതിരിക്കാൻ. ബ്രെഡ് 2-3 തവണ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഒരു പാനിൽ നമുക്ക് 2-3 ബ്രെഡ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ അവസാന ഭാഗമായപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ആകാംക്ഷയായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ് ഗൈസ്. അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.